ഹായ് സ്റ്റുഡൻസ്, സയൻസ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പോളിടെക്നിക്കിൻ്റെ ലെറ്റ് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഏപ്രിൽ 10 മുതൽ മെയ് 20 വരെ നമുക്ക് ലെറ്റിൻ്റെ ഫീസ് അടയ്ക്കാനായിട്ട് പറ്റും. ഫീസ് എന്ന് പറയുന്നത് 1100 രൂപയാണ് ജനറൽ കാറ്റഗറിക്കും, അതോടൊപ്പം തന്നെ SC/ST കാറ്റഗറി സ്റ്റുഡൻസിന് 550 രൂപയാണ് എന്ത് ചെയ്യുന്നത് ഫീസ് അടയ്ക്കേണ്ടി വരുന്നത്. മുന്നേ 1000 അതിൻ്റെ ഒരു 10% എന്ത് ചെയ്തിട്ടുണ്ട് കൂടി, അങ്ങനെ 1100 ആയിട്ടുണ്ട്, 500, 550 ആയിട്ടുണ്ട്. അപ്പം ലെറ്റ് എന്ന് പറയുന്നത് പോളിടെക്നിക് ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികൾക്കും പോളിടെക്നിക് പാസ് ഔട്ടായ കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റുന്ന. ഇൻ കേസ് നിങ്ങൾ കഴിഞ്ഞ വർഷം പാസ് ഔട്ടായി സപ്ലി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യാൻ പറ്റും, നിലവിൽ ലെറ്റ് എക്സാം എഴുതാനായിട്ട് പറ്റും. ലെറ്റ് എക്സാം എഴുതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറാനായിട്ട് പറ്റും. അപ്പം 10 കഴിഞ്ഞ് പോളി 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ട് എങ്കിൽ അവർക്ക് ലെറ്റ് എക്സാം എഴുതാൻ പറ്റും. അതോടൊപ്പം തന്നെ +2 കഴിഞ്ഞ് 2 വർഷത്തെ ഡിപ്ലോമ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെറ്റ് എക്സാം എഴുതാൻ പറ്റും. കേരളത്തിന് പുറത്ത് ഏത് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ നിന്നായാലും നിങ്ങൾ ഡിപ്ലോമ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെറ്റ് എക്സാം എഴുതാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മാത്സ് ഒരു സബ്ജക്റ്റായിട്ട് 10ാം ക്ലാസ് അതുപോലെ +2 സയൻസ് പഠിച്ച് മാത്സ് ഒരു വിഷയമായിട്ട് നിങ്ങൾ ഡിഗ്രി BSc എടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്ക് BTechൻ്റെ ലെറ്റ് എക്സാം എഴുതാനായിട്ട് പറ്റും. അപ്പം ഡിപ്ലോമ കഴിഞ്ഞ കുട്ടികൾക്ക് അതുപോലെ തന്നെ DOC കഴിഞ്ഞ കുട്ടികൾക്കും BSc കഴിഞ്ഞ കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും, BTechൻ്റെ ലെറ്റ് എക്സാം എഴുതാൻ പറ്റും. ഈ BTechൻ്റെ ലെറ്റ് എക്സാം എഴുതി നിങ്ങൾക്ക് പോളിടെക്നിക്കിൻ്റെ മാർക്ക് ലിസ്റ്റ് അല്ല അതിൽ വേണ്ടത്, നമ്മുടെ ലെറ്റിൻ്റെ ഈ എൻട്രൻസ് എക്സാമാണ് നമുക്കിതിൽ പ്രധാനമെന്ന് പറയും. ഈ എൻട്രൻസിൻ്റെ റാങ്കിൻ്റെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ CGPA എല്ലാം നോക്കുന്നത് നിങ്ങൾ എത്ര മാർക്കാണോ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ട് ലെറ്റ് എക്സാമിന് നിങ്ങൾ സ്കോർ ചെയ്തിട്ട് അതിൻ്റെ ബേസിസിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ വരുന്നത്. ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 22-ാം തീയതിയാണ്, മെയ് 22-ാം തീയതിയാണ് ടൈമുണ്ട്. നിങ്ങൾ മെയ്യിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് സർട്ടിഫിക്കറ്റുകൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കയ്യിൽ കരുതണം. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. 2, നമുക്ക് സിലബസാണ്. സിലബസ് മുന്നേ ഉണ്ടായിരുന്ന സിലബസ് തന്നെയാണ് ഇപ്രാവശ്യത്തെ ലെറ്റ് എക്സാമിന് വന്നിരിക്കുന്നത്. 2025 ലെറ്റിന് പുതിയ BTechന് റിവിഷൻ അല്ലെങ്കിൽ സ്കീം മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചേഞ്ച് ഒന്നും തന്നെ നിലവിലുള്ള ലെറ്റ് എക്സാമിന് എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. അപ്പോൾ സിലബസ് ചേഞ്ച് ഇല്ല, 120 മാർക്ക് തന്നെയാണ്. നമ്മുടെ മുന്നേ ഉള്ള 8 സബ്ജക്റ്റ് തന്നെയാണ്. മാത്സിൽ നിന്ന് 20, ഇംഗ്ലീഷിൽ നിന്ന് 10, മെക്കാനിക്സിൽ നിന്ന് 15, അതുപോലെ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ, കമ്പ്യൂട്ടറിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെ 120 മാർക്കിൻ്റെ ഒരു എക്സാമാണ് BTechൻ്റെ ലെറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് ഇന്നൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ, അതായത് ലെറ്റിൻ്റെ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ് റിലീസ് LBS ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, LBSൻ്റെ അഡ്മിഷൻ പോർട്ടൽ ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, BTechൻ്റെ ലെറ്റിന് അപ്ലൈ ചെയ്യാനുള്ളത്. ഈ BTech ലെറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള 9 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജും 3 എയ്ഡഡ് കോളേജും ബാക്കി 150ഓളം വരുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഇൻക്ലൂഡിങ് IHRD, കേപ്പ് അങ്ങനെയുള്ള കോളേജുകൾക്കൂടെ വേണ്ടിയുള്ള ഒരു എൻട്രൻസ് എക്സാമാണ് BTech ലെറ്റ് എക്സാം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഫൈനൽ ഇയർ പഠിക്കുന്ന പോളിടെക്നിക് സ്റ്റുഡൻസിനും അതോടൊപ്പം തന്നെ പാസ് ഔട്ടായ കുട്ടികൾക്ക്, നിലവിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക്, അല്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബാക്ക് പേപ്പേഴ്സൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ഒരു ലെറ്റ് എക്സാം എഴുതാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കുക. അതിൽ ഉറപ്പായിട്ട് നമ്മുടെ റിപ്ലൈ നമ്മൾ ഓഫീസിൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ മറന്നു പോകേണ്ട ഡേറ്റ് മെയ് 22-ാം തീയതി വരെ. അതിന് മുന്നേ ആയിട്ട് കുറച്ച് സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കളക്ട് ചെയ്യേണ്ടി വരും. ആ സർട്ടിഫിക്കറ്റുകൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നോക്കുക. അത് ജസ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ അതിൻ്റെ പ്രോസ്പെക്ടസിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ലെറ്റിൻ്റെ ക്ലാസ് നമ്മുടെ സയൻസ് ടെക്കിൽ സ്റ്റാർട്ടായിട്ടുണ്ട്. ഉടൻ തന്നെ എന്ത് ചെയ്യുക, ലെറ്റിൻ്റെ ക്രാഷ് ബാച്ചിലേക്ക് ജോയിൻ ആകുക. അതോടൊപ്പം തന്നെ 25 ലെറ്റ് 26-ൻ്റെ ഒക്കെ അഡ്മിഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, സയൻസ് ടെക് ലേണിംഗ് ആപ്പ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക, അല്ല പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാ പേജൊക്കെ നമ്മുടെ റിസൾട്ട് കാര്യങ്ങളൊക്കെ കാണാം. നിങ്ങൾ ഗവൺമെൻറ് കോളേജ് പഠിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് സയൻസ് ടെക്കിൻ്റെ കോച്ചിങ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യും. ഏകദേശം കേരളത്തിൽ ഏറ്റവും കുട്ടികൾ നിലവിൽ ഏകദേശം 300+ സ്റ്റുഡൻസ് നമ്മുടെ പ്രോ ബാച്ചിൽ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ജോയിൻ ആയിട്ടുണ്ട്. ഏകദേശം 1200, 1300ഓളം കുട്ടികൾ നമ്മുടെ സയൻസ് ടെക്കിൻ്റെ ലേണിംഗ് ആപ്പ് ത്രൂ നിലവിൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ സയൻസ് ടെക്കിൻ്റെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഫുൾ സിലബസിൻ്റെ റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ് ഉണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ രാത്രി 8 to 9 ലൈവ് ക്ലാസ് ഉണ്ട്. അതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകളുണ്ട്.
ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. പോളിറ്റ് ബിടെക് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. അതിൽ 2200 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 2200 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ക്ലാസ് ഉണ്ട്. ഏകദേശം 3000 ക്വസ്റ്റ്യൻസിൻ്റെ മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഇത്രയും ഒരു പാക്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്തൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ബിടെക്കിൻ്റെ ലെറ്റ് എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.